ഹലോ ഫ്രണ്ട്സ്, ചെന്നൈക്കോല യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് ഓളോപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താണ് ഓളോപ്പാറ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് അവിടെ പോവാണ്. കുറെ കാലമായി വിചാരിക്കുന്നത്. അപ്പൊ എല്ലാരും ഇങ്ങനെ പോകുന്നത് കാണുന്നുണ്ട്. അപ്പൊ സ്റ്റാറ്റസ് ഒക്കെ കാണുന്നില്ല ഏട്ടാ. അപ്പൊ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അങ്ങനെ പോവാൻ. അപ്പൊ ഞങ്ങൾ അവിടെ വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചത്. ഞായറാഴ്ച അല്ലേ. അപ്പൊ ഇന്ന് അവിടെ പോയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ മാറ്റിയതാണ്. അധികം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് ഇതാകുന്നില്ല. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അഭിപ്രായം കമന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ കനാലിൽ വെള്ളമൊക്കെ വന്നിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങളിതാ അപ്പം അവിടെ വെള്ളം, കനാലിലെ വെള്ളം ഇങ്ങനെ ഞങ്ങളിതാ പുഴേൻ്റെ അടുത്ത് എത്താനായിട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സംഭവം ഞങ്ങൾ ഇത്രയും കാലം ഈ നാട്ടിലുണ്ടായിട്ട് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. അടിപൊളി കേട്ടോ. ഇതിപ്പോൾ ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടെ അടുത്തേക്ക് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങളിതാ പുഴേൻ്റെ അടുത്തെത്തി. ഇതാ ഹൗസ് ബോട്ട് അതാട്ടോ അവിടെ ഉണ്ട്. ഞങ്ങൾ അതിലോട്ട് കയറാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളിതാ ഇതിനകത്ത് കയറുന്നു കേട്ടാ. ഈ എവിടെയാ പോണപ്പോ? ബോട്ടിലോ? അമ്മോ, നമുക്ക് പേടിയാവുന്നില്ലേ? ബോട്ടിൽ പോകാൻ പേടില്ല? അമ്മോ, നോക്ക് വെള്ളം നോക്ക്. ഇന്റെ ഭഗവാനെ, വെള്ളം. നമുക്ക് പേടില്ല? വെരി ഗുഡ്. അങ്ങനെ പേടിക്കാൻ പാടില്ല കേട്ടോ. അച്ഛനും അമ്മയില്ലേ കൂടെ? ഐ കുഞ്ഞാമു. അങ്ങനെ അതിതാ ഞങ്ങൾ ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ പോലെ ഹൗസ് ബോട്ടിൽ. അപ്പൊ ഇതാ ഇതാണ് കേട്ടോ ഇവിടുന്ന് കാണുന്ന വ്യൂ. എന്ത് ഭംഗിയാ കാണാൻ. പക്ഷെ ഏട്ടാ, നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോല്ലേ, പൊരിഞ്ഞ വെയിലല്ലേ. ഇവിടുന്ന് ചൂടറിയുന്നില്ലല്ലോ. ഇവിടെ ചൂടില്ല. ഇവിടെ തണുപ്പ്. ഇങ്ങനെ വെള്ളത്തിൻ്റെ അത് ഇങ്ങനെ തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കുന്നു. അടിപൊളി കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഇത്രയും കാലം ഞാൻ ഈ നാട്ടിലുണ്ടായിട്ട് ഇങ്ങനൊരു സംഭവം ഞാൻ അറിഞ്ഞതേ ഇല്ല. എൻ്റെ വീട്ടിനടുത്തുള്ളവരൊക്കെ പോയി, പക്ഷേ നമ്മൾ അറിഞ്ഞില്ല ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഓ, ഇതാ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതാണ് ഇവിടെ നിൽക്കുമ്പോഴൊരു വ്യൂ. മീൻസ് ഞങ്ങളിതാ ഒരു കോൺ ഐസ്ക്രീം വാങ്ങിട്ടോ. അജു, എൻ്റെ കോൺ ഐസ്ക്രീം ഇവിടെ ഒമ്പനക്കട്ടെ പൊളിയിലാണ്. അപ്പം 4 മണി വരെയൊക്കെ നിൽക്കണ്ടേ. അപ്പം നമുക്ക് ഒരു ചെറിയൊരു ഐസ്ക്രീം ലഭിക്കില്ലേട്ടാ. കുറച്ച് കഴിഞ്ഞിട്ട് ബോട്ടിൽ കയറുമ്പോൾ നമുക്ക് എന്ത് വാങ്ങി തന്നെ. 4 മണി വരെ നിൽക്കണം. അധികം കാണുന്നില്ല. അപ്പോൾ ഞങ്ങളിത് കഴിക്കട്ടെ. ശ്രീയേട്ട, ഇതാണ് ശ്രീയേട്ടൻ ഒരു കുറിസലിൽ കയറാൻ പോവാണേ ബോട്ടിൽ. അജു, നമ്മൾ കയറാൻ പോവാ. അടിപൊളി. ഞങ്ങൾ ഒരു കുപ്പി വെള്ളവും അതിന് ഫ്രൂട്ടി മതി എന്നാണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ടിയും എടുത്ത് വാങ്ങി. ഞങ്ങളങ്ങനെ ബോട്ടിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിതാ ബോട്ടിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞാപ്പി ആണെങ്കിൽ ഭയങ്കര ത്രില്ലിലാണ്. ഓനിങ്ങനെ പുഴേൻ്റെ നടുക്കൂടെ ഇങ്ങനെ പോകുന്ന ആ ഒരു ഇതിലാണ്. പിന്നെ ഞങ്ങൾ കൂടാതെ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ. 2 ഫാമിലി മാത്രമാണ് കേട്ടോ കയറിയത്. അപ്പോൾ എന്ത് പറയുക, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ പോയപ്പോൾ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വർത്തനൊക്കെ പറഞ്ഞ് പിന്നെ ഏട്ടൻ കുറേ വീഡിയോ ഒക്കെ എടുക്കാൻ പോയി. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അധികം ഞങ്ങൾ ഫ്രൂട്ടി കേട്ടോ വാങ്ങിയത്. അപ്പോൾ അവരിതാ ബോട്ടിൻ്റെ ആ കയർ ഇങ്ങോട്ട് കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ഇതങ്ങനെ പോവാണ് കേട്ടോ.
പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ടും എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ യൂട്യൂബിൽ ഒരു അൽഗോരിതം വെച്ചിട്ട് എന്താ പറയുക കോപ്പിറൈറ്റ് വരുമല്ലോ പാട്ടൊക്കെ വെച്ചാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പം അടിപൊളി പാട്ടൊക്കെ കേട്ടോ, ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഡാൻസൊക്കെ കളിക്കാൻ പറ്റില്ല, അടിപൊളി ഗുമ്മ് പാട്ടൊക്കെ കേട്ടത്. അതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ഏട്ടൻ കുറേ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വീഡിയോ എടുക്കാൻ പോയി, ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരുന്നു. പക്ഷേ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാത്രമാണ് ഞങ്ങൾക്ക് സത്യം പറയാൻ ബോറടിച്ച് പോയി കേട്ടോ. പക്ഷേ ആ ഒരു ഫാമിലിയോടുള്ളതിനെ കൊണ്ട് ഓരോക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പോയത് കൊണ്ട് ഞങ്ങൾക്ക് അത്ര ബോറടി വന്നിട്ടില്ല. പിന്നെ ഞങ്ങളൊക്കെ ഒരു വീഡിയോ എടുക്കുന്ന നേരത്ത് ഞങ്ങളും വീഡിയോ എടുത്ത്, ഒരു ഫോട്ടോസ് എടുക്കുമ്പോൾ ഞങ്ങളും ഫോട്ടോസ് എടുത്ത്, അങ്ങനെ അതുകൊണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ബാക്കോട്ടിലായിരുന്നു ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാറ്റും പോകുന്ന ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി അവിടെ നിന്നതുകൊണ്ട് തന്നെ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കണ്ട ചളീൻ്റെ ഇതൊക്കെ വരുന്നത് കാണുന്നുണ്ട് കേട്ടോ. അത് നല്ല എന്താ പറയുക, ഭയങ്കര ഒരു സമാധാനം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി, നല്ലൊരു സുഖം അങ്ങനെ പോകുമ്പോൾ കേട്ടോ. ഭയങ്കര നിശബ്ദതയായിട്ട് നല്ലൊരു സുഖം, അങ്ങനെ കാറ്റൊക്കെ അടിച്ചിട്ട് ഭയങ്കര കാറ്റൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് അതിനെക്കാട്ടും ഉപരി ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമായത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഓടിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇവരിയ്ക്കുന്ന സ്ഥലത്ത് ഞങ്ങളെ കയറ്റിച്ച് ഇരുത്തി, അതന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമായിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിന് ദാഹിച്ച് അധികത ഫ്രൂട്ടിയൊക്കെ കുടിക്കുകയാണ്. അതിന് ശേഷം ഈ കൊടി കണ്ടോ, ഈ ബോട്ടിൻ്റെ പേരെന്നറിയത് തമ്പുരാൻ അടിപൊളി പേരൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അങ്ങനെ പോയത് തന്നെ. പെട്ടെന്ന് എടുത്ത തീരുമാനം കേട്ടോ അങ്ങനെ പോയി വരാമെന്നുള്ളത്. അപ്പോൾ ചേച്ചിമാരൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടാൻ കണ്ട തമ്പുരാന്ന് കണ്ടോ, അടിപൊളി വെച്ചാൽ ആ കഥകളീൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് നല്ല രസമുള്ളൊരു ബോട്ടായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറയാം അങ്ങനെ. പക്ഷേ നമുക്ക് അതിനത്ര റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ, ഒരാൾക്ക് 100 രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ അത്രയും റേറ്റ് കുറവിലാണ് നമുക്ക് ഈ ഒരു ബോട്ട് റൈഡിങ്ങിന് പോകാൻ പറ്റുന്നത്, അത്രയേ ഉള്ളൂ പൈസ. അപ്പോൾ പിന്നെ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന അടിപൊളി ഫുഡൊക്കെ ഇതിനുള്ളിൽ എടുത്ത് അത്രയും നല്ല രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് എന്താ പറയുക ഓടിക്കാനൊക്കെ സമ്മതിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ കയറിയ ബോട്ടിലുള്ള ആൾ ഞങ്ങളോട് കയറി ഇരുന്നോളാൻ പറഞ്ഞു, ഓടിച്ചോളാൻ പറഞ്ഞ്. പിന്നെ ഞാൻ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ, നല്ല രസത്തിലേക്കാണ് ഇങ്ങനെ കാഴ്ചകൾ കണ്ടു പോകാൻ. പിന്നെ ഏട്ടനോട് പറഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ സമ്മതിക്കുകയും ചെയ്ത്, അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു വീട് പോലത്തെ ഒരു എന്താ പറയുക, നമുക്കൊരു ഉള്ളിൽ കയറുമ്പോൾ ബോട്ടാണെന്ന് തോന്നുന്നില്ല, കാരണം അത്രയ്ക്ക് ഉള്ളിൽ ചാർജ് കുത്തിടാനുള്ള സംവിധാനം, അതേപോലെ തന്നെ അത്രയും നല്ല ഒരു രസമുള്ള ഇതായിരുന്നു കേട്ടോ. നല്ല ഡിസൈനിങ്ങിലൊക്കെ ഉള്ള നല്ല ലൈറ്റ് സെറ്റപ്പൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ബോട്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.